നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. വീര്യം കുറഞ്ഞ മദ്യ ഉൽപാദനം സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് മുൻ മന്ത്രി KN ബാലഗോപാൽ. അസംബ്ലിയിൽ ബിൽ പാസാക്കിയാൽ അത് പൊതുരേഖയായി മാറും. വൻകിട മദ്യ കമ്പനികളെയും കോർപ്പറേറ്റുകളെയും സഹായിക്കുന്നതാണ് സർക്കാർ നയമെന്നും ബാലഗോപാൽ. കേരളത്തിൽ ഗാർഹിക പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നതായി മന്ത്രി ബിന്ദു കൃഷ്ണ. ഗാർഹിക പീഡനങ്ങളിൽ കർശനമായ നടപടി. പെൺകുട്ടികളോട് സഹിച്ചു നിൽക്കാൻ മാതാപിതാക്കൾ പറയരുതെന്നും ബിന്ദു കൃഷ്ണ. വയോധികനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസ്. സുഹൃത്ത് അറസ്റ്റിൽ. പനയം സ്വദേശി ബിജു ആണ് അറസ്റ്റിലായത്. കാവനാട് സ്വദേശി സുരേഷ് ബാബു ആണ് കൊല്ലപ്പെട്ടത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ. കൊല്ലം ജില്ലയിൽ 1,27,375 കുട്ടികൾക്ക് വാക്സിൻ നൽകി. ജില്ലാതല ഉദ്ഘാടനം വിക്ടോറിയ ആശുപത്രിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. വീര്യം കുറഞ്ഞ മദ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് മുൻ മന്ത്രി KN ബാലഗോപാൽ. അസംബ്ലിയിൽ ബിൽ പാസാക്കിയാൽ അത് പൊതുരേഖയായി മാറും. വൻകിട മദ്യ കമ്പനികളെയും കോർപ്പറേറ്റുകളെയും സഹായിക്കുന്നതാണ് സർക്കാർ നയമെന്നും ബാലഗോപാൽ കുറ്റപ്പെടുത്തി. വീര്യം കുറഞ്ഞ മദ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ബജറ്റിൽ നിർദ്ദേശിക്കുകയും ബിൽ തയ്യാറാക്കി വെക്കുകയും ചെയ്ത ശേഷം പാർട്ടിയിലും മുന്നണിയിലും ആലോചിച്ച് തീരുമാനമെടുക്കൂ എന്ന് പറയുന്നത് കണ്ണിൽ പൊടിയിടാനാണെന്ന് മുൻമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. UDF സർക്കാർ ഇക്കാര്യത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഉൽപ്പന്നങ്ങളാണ് ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യം. ഞങ്ങള് വീര്യം കുറഞ്ഞ മദ്യത്തിനകത്ത് ഒരു വിഭാഗത്തിനെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തു. അതെന്ന് പറഞ്ഞാൽ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വൈൻ, അത് ഹോർട്ടി വൈൻ എന്ന പേരിൽ തന്നെ പ്രത്യേക ഫണ്ട് കൊടുത്തിട്ട് ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായി UDF-നകത്ത് ഇത് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ നടപ്പിലാക്കൂ എന്നാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. അങ്ങനെ മറുപടി പറയുന്നതിന് മുമ്പ് അദ്ദേഹം കുറെ കാര്യങ്ങൾ, തെറ്റായ പ്രസ്താവനകൾ, വസ്തുതയല്ലാത്ത കാര്യങ്ങൾ തന്റെ ആർഗ്യുമെന്റ് ശക്തിപ്പെടുത്താൻ വേണ്ടി പറയുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഒക്കെ കാര്യങ്ങൾ അവിടെ നടക്കട്ടെ. പക്ഷെ അങ്ങനെ ചെയ്യുന്നൊരു ശീലമാണ്. അതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ ഞങ്ങള് UDF ചർച്ച ചെയ്തിട്ട്, കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോ നിയമം നിർമ്മിക്കാനായിട്ട് ബില്ലുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം. എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ബില്ലിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യം ഉൾപ്പെടുത്തും. എന്നിട്ട് UDF-ന്റെ നേതാക്കന്മാർ പലരും പറയുന്നത്, കോൺഗ്രസിന്റെ മന്ത്രിമാർ തന്നെ, അല്ലെങ്കിൽ UDF-ന്റെ മന്ത്രിമാർ തന്നെ പറയുന്നത്, ഇത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേ നടപ്പിലാക്കുള്ളൂ, ഞങ്ങൾ നയമെടുത്തിട്ടേ നടപ്പിലാക്കുള്ളൂ എന്ന് എക്സൈസ് മന്ത്രി അടക്കം പറയുന്നുണ്ട്. പക്ഷേ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ, അസംബ്ലിയിൽ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ, ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ആ ബില്ല് ഗവർണറുടെ അസന്റിന് പോകും. അത് പബ്ലിക് ഡോക്യുമെന്റ് ആവും. പിന്നെ അതിനകത്ത് വലിയ സാങ്കേതിക കാര്യമൊന്നുമില്ല ഇത് നടപ്പിലാക്കുന്നതിന്, വിൽക്കുന്നതിന്. അപ്പൊ അങ്ങനെ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെന്താ ചർച്ചയ്ക്ക് പ്രസക്തി? ആ ചർച്ച UDF-നകത്ത് നടക്കുന്നതിനെ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ചർച്ച നടക്കുന്നതിനെ പറ്റിയുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടായിരിക്കണം. ഇപ്പോ നേരത്തെ തന്നെ LDF-ന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു. ഞങ്ങൾ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നതാണ്, പക്ഷെ വിൽക്കാൻ തീരുമാനിച്ചിരുന്നില്ല. വിൽക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ നേരത്തെ ഉൽപ്പന്നം മാർക്കറ്റിൽ വന്നല്ലോ. അവർ തന്നെ പറയുന്നു 3 വർഷം 4 വർഷമായിട്ട് ഇത് LDF-ന്റെ ഗവൺമെന്റിന്റെ അടുത്ത് ഫയൽ വന്നു, മാർക്കറ്റിൽ വന്നില്ല. മാർക്കറ്റിൽ വരാതിരുന്നത് മാർക്കറ്റിലേക്ക് അയക്കേണ്ടെന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ്. ഈ ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ വരണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ് ഈ മാർക്കറ്റിലേക്ക് വരാനായിട്ട് ഇത് നികുതി നിശ്ചയിക്കാതിരുന്നത്. അപ്പൊ അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനരഹിതമാണ്. പ്രമുഖമായ 2 പത്രങ്ങൾ ഇന്ന് ഈ വാദം ശക്തിപ്പെടുത്തി, ഈ മദ്യം വന്നോട്ടെ എന്ന, അല്ലെങ്കിൽ മദ്യം ഇവർ വന്നുകൊണ്ടതിനകത്ത് കുഴപ്പമില്ലാതെ തോന്നിക്കുന്ന തരത്തിലേക്ക് ഒരു വാർത്ത ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യം ഇവിടെ പറയുന്നത്. അങ്ങനെ 3 വർഷമോ 4 വർഷമായിട്ടിരിക്കുന്ന ഒരു കാര്യത്തിനകത്ത് നികുതി ഞങ്ങൾ നിശ്ചയിക്കാതിരുന്നതാണ്. അത് ഞങ്ങൾ നികുതി നിശ്ചയിക്കുമോ എന്നുള്ള സംശയം നേരത്തെ തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പറഞ്ഞിരുന്നു.
വലിയ അഴിമതി നടക്കാൻ പോവാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നു. പിന്നെ ചില വലിയ കുത്തക കമ്പനികൾക്ക്, മദ്യ കമ്പനികൾക്ക് സഹായകരമായ നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് കിട്ടിയ വിവരമെന്നൊക്കെ അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കാര്യങ്ങളെ പറ്റി അറിയാം. അങ്ങനെയൊക്കെ നികുതി നിശ്ചയിച്ചാലുണ്ടാവുന്ന അപകടങ്ങളെ പറ്റി അറിയാം. അദ്ദേഹമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് ചെയ്തത്. എന്നിട്ട് UDF ചർച്ച ചെയ്തിട്ടാണ് ഇത് നടപ്പിലാക്കൂ എന്ന് പറയുന്നതിന് വിരുദ്ധമായി ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ഇത് കയ്യിൽ നിന്ന് പോയി. കാരണം എറിഞ്ഞ കല്ല് പോലെ തന്നെയാ, പിന്നെ കയ്യിൽ നിന്ന് പോയല്ലോ. എറിഞ്ഞ കല്ല് പോലെയാണ്. നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ എറിഞ്ഞ കല്ല് തിരിച്ചെടുക്കാൻ പറ്റുമോ? പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും എന്ന് പറയുന്നത് പോലെ നമ്മൾ പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം പറയുന്ന വാക്കുകൾ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്, തിരിച്ചെടുക്കാൻ പറ്റില്ല. പിന്നീട് എത്ര മാറ്റി പറഞ്ഞാലും പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ നിയമം ഇപ്പോൾ പാസ്സാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം. അങ്ങനെ നിയമമായിട്ട് പോവാണ്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമയത്ത് ഇത്തരം ഒരു ഡെഫിനിഷൻ ക്ലോസ് വന്നു, മറ്റു കാര്യങ്ങൾ വന്നു. അതിൽ ഓപ്പറേറ്റിംഗ് പാർട്ടിലേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചു. അതിൽ ഓപ്പറേറ്റിംഗ് പാർട്ട് എന്ന നിലയിലേക്ക് നികുതി നിശ്ചയിച്ച് ഗവൺമെന്റ് അംഗീകരിച്ചില്ല. അത് ഫിനാൻസിൽ നിന്ന് അല്ലെങ്കിൽ ടാക്സസിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അസംബ്ലിയിൽ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അത് പൊതുരേഖയായി മാറുമെന്നിരിക്കെ അതിനുശേഷം UDFിലോ മുന്നണിയിലോ ചർച്ച ചെയ്യുമെന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. സിൽവർ ലൈൻ പദ്ധതി വേണ്ടെന്ന് വെക്കാൻ മണിക്കൂറുകൾ മാത്രം മതിയായിരുന്നവർക്ക് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിലും PM ശ്രീയുടെ കാര്യത്തിലും ആ വീര്യവും താല്പര്യവും കാണുന്നില്ല. വൻകിട മദ്യക്കമ്പനികളെയും കോർപ്പറേറ്റുകളെയും സഹായിക്കാൻ വേണ്ടിയാണ് സർക്കാരിന്റെ നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റിലും ഓർഡിനൻസുകളിലും കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ വ്യവസ്ഥകൾ കൊണ്ടുവരികയും അത് പുറത്തു വരുമ്പോൾ കഴിഞ്ഞ സർക്കാരിനെ പഴിചാരുകയും ചെയ്യുന്നത് UDF സർക്കാർ പതിവാക്കിയിരിക്കുകയാണെന്നും KN ബാലഗോപാൽ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറ നിയോജക മണ്ഡലത്തിൽ മികവ് 2026 പ്രതിഭാ സംഗമം നടത്തി. ബേബി ജോൺ ഫൗണ്ടേഷനും മന്ത്രി ഷിബു ബേബി ജോണും ചേർന്നാണ് പ്രതിഭാ സംഗമം നടത്തിയത്. മണ്ഡലത്തിലെ ഉന്നത പരീക്ഷാ വിജയികളെ പരിപാടിയിൽ അനുമോദിച്ചു. ബേബി ജോൺ ഫൗണ്ടേഷനും മന്ത്രി ഷിബു ബേബി ജോണും ചേർന്നാണ് മികവ് 2026 പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത്. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ ചവറ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. കരിക്കുലം മാറുകയാണ്, സിലബസ് മാറുകയാണ്. ലോകത്തെ അത്ര ഫാസ്റ്റായിട്ടാണ് പഠന രംഗത്ത്, തൊഴിൽ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ. നമ്മുടെ പരമ്പരാഗതമായ യൂണിവേഴ്സിറ്റി സംവിധാനം വെച്ചുകൊണ്ട് സെനറ്റും സിൻഡിക്കേറ്റും മറ്റ് കമ്മിറ്റികളും കൂടി 10 വർഷം അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് ഇപ്പോൾ BA ഹിസ്റ്ററി, BA ലിറ്ററേച്ചർ, BA ഇംഗ്ലീഷ്, BA എക്കണോമിക്സ് ഇതും പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ലാത്ത കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളുടെ കൂട്ടപലായനം ഉണ്ടാകുന്നത്. ഈ ഗ്ലോബൽ വാച്ച് ടവർ പോലുള്ള സംവിധാനം വന്നിട്ട് നമ്മുടെ കലാലയങ്ങളിലും എല്ലാ വർഷവും അഡാപ്റ്റ് ചെയ്യുന്ന ഈ മാറുന്ന തൊഴിൽ മേഖലയ്ക്ക് അനുയോജ്യമായ നിലയിൽ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് ഗവൺമെൻറ് പോകുമെന്നുള്ളതിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനമായിരുന്നു ഈ ബഡ്ജറ്റ് വഴി നടപ്പിലാക്കിയത്. ഈ സന്ദർഭത്തിൽ ദീർഘമായി മറ്റൊന്നിനെയും കടക്കുന്നില്ല. എനിക്കെൻ്റെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് ഇവിടെ ജയലക്ഷ്മി ഹ്രസ്വമായിട്ട് സൂചിപ്പിച്ചു. ഇന്ന് നിങ്ങൾ ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കി തിളങ്ങി നിൽക്കുകയാണ്. സന്തോഷമുണ്ട്, രക്ഷിതാക്കൾക്ക് അഭിമാനമുണ്ട്. പക്ഷേ പുസ്തകത്തിലുള്ളത് പഠിച്ച് പരീക്ഷയിൽ എഴുതി ഉന്നത വിജയം നേടുന്നത് കൊണ്ട് മാത്രം ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് കടമ്പകളാണ് നിങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. ഒരുപാട് തടസ്സങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ലോകത്തൊരാളും തടസ്സങ്ങളെ ഇല്ലാതെ ജീവിതം സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ആ തടസ്സങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതിൻ്റെയാണ്. ആ മനക്കരുത്ത് ആർജിച്ചാൽ മാത്രമേ നിങ്ങൾ ജീവിതത്തിൽ വിജയികളാകത്തുള്ളൂ. ജീവിതത്തിൽ വിജയിക്കണം. പരീക്ഷയിൽ വിജയിച്ചാൽ പോരാ. പരീക്ഷയിൽ വിജയം ഒരു ഘടകം തന്നെയാണ്, പ്രധാന ഘടകം തന്നെയാണ്. പക്ഷേ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിന്താഗതിയും കരുത്തും മനക്കരുത്തും നമുക്കുണ്ടാകണം. നടൻ മധുപാൽ മുഖ്യാതിഥിയായി. ഓരോ സ്കൂൾ ക്ലാസ്സുകളും അവിടെ നിന്ന് കിട്ടുന്ന അധ്യാപകരുടെ പഠനത്തിനോടുള്ള നമ്മുടെ പ്രേരണകളും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന സൗഹൃദങ്ങളും ഒക്കെ ഒരർത്ഥത്തിൽ നമുക്കൊരു ബേസായി മാറുകയാണ്. ഈ ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനം. അത് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഞാൻ ആദരണീയനായ ഷിബു ബേബി സാറിൻ്റെ പ്രസംഗം കേൾക്കുകയായിരുന്നു ഇങ്ങോട്ട്.
നമുക്കൊക്കെ അറിയാം, ജീവിതത്തിൽ ഔന്നത്യങ്ങളിലേക്ക് പോകുമ്പോൾ, അതിൻ്റെ ഉന്നതമായ അവസ്ഥകളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ഉണ്ടാവണം, എങ്ങനെ ആയിരിക്കണം. മുന്നോട്ടുള്ള പാതകൾ ധാരാളം തടസ്സങ്ങളുണ്ടാകും. പക്ഷേ ഈ തടസ്സങ്ങളെല്ലാം അതിജീവിക്കുവാൻ നമുക്ക് കഴിയുന്നത് നമ്മളുടെ പഠനം മാത്രമല്ല എന്ന് ഞാൻ കരുതുന്നുണ്ട്. അതിനായ മന്ത്രി പറഞ്ഞൊരു വലിയ കാര്യമുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഐ ജയലക്ഷ്മി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സന്തോഷ് തുപ്പാശ്ശേരി, അംബികാദേവി, എസ് അനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ആർ അരുൺരാജ്, UDF ചെയർമാൻ കോലത്ത് വേണുഗോപാൽ, RSP മണ്ഡലം സെക്രട്ടറി ജസ്റ്റിൻ, അഡ്വക്കേറ്റ് ഇ യൂസഫ് കുഞ്ഞ്, കിണറുവിള സലാഹുദ്ദീൻ, വാഴയിൽ അസീസ്, പോക്കാട്ട് റഹീം, സക്കീർ ഹുസൈൻ, ഷംന റാഫി, സോഫിയ സലാം, മുംതാസ്, സുനിത ബിജു, താജ് പോരൂക്കര, ആർ വൈശാഖ് എന്നിവർ പങ്കെടുത്തു. ബേബി ജോൺ ഫൗണ്ടേഷൻ പുരസ്കാരം, MLA എഡ്യു എക്സലൻസ് മെഡൽ, പ്രശസ്തി പത്രം എന്നിവയാണ് നൽകിയത്. ന്യൂസ് ബ്യൂറോ. കേരളത്തിൽ ഗാർഹിക പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നതായി മന്ത്രി ബിന്ദു കൃഷ്ണ. ഗാർഹിക പീഡനങ്ങളിൽ കർശനമായ നടപടി സ്വീകരിക്കും. പെൺകുട്ടികളോട് സഹിച്ചു നിൽക്കാൻ മാതാപിതാക്കൾ പറയരുതെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. കേരളത്തിൽ ഗാർഹിക പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നതിനുള്ള തെളിവാണ് ആറ്റുകാലിലെ ഗാർഹിക പീഡനം മൂലം പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. നിരന്തരം മാനസിക ശാരീരിക പീഡനത്തിനും ക്രൂരമായ മർദ്ദനത്തിനും ഇരയാകുന്ന പെൺകുട്ടികളോട് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കൂ എന്ന് പറയുന്ന മാതാപിതാക്കളുടെ മനോഭാവം ഖേദകരമാണ്. പെൺകുട്ടികളോട് സഹിച്ചു നിൽക്കാൻ മാതാപിതാക്കൾ പറയരുത്. നിയമം കൊണ്ട് നമുക്ക് ശിക്ഷിക്കാൻ കഴിയും, പക്ഷേ പ്രതിരോധം ആവശ്യമാണ്. ഈ ഒരു ജീവൻ പൊലിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കർശന നിയമ നടപടിക്ക് വിധേയമാക്കി ആശ്വാസം കൊണ്ടിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ബോധവൽക്കരണത്തെ കുറിച്ച് പറഞ്ഞത്. കാരണം സമൂഹത്തിനും മാതാപിതാക്കൾക്കും ഒക്കെ കുടുംബങ്ങൾക്കൊക്കെ മാറ്റം വരണം. ഒരു കുട്ടി ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ശാരീരികമായ മാനസികമായ പീഡനം അനുഭവിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അത് കഴിയുമെങ്കിൽ പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ സഹിച്ചു നിൽക്കാൻ പറയുന്നു എന്നുള്ള നിലപാട് ഒരിക്കലും ശരിയല്ല. പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള സാഹചര്യവും അതിനുള്ള ധൈര്യവും നമ്മൾ ഓരോരുത്തരും കൊടുക്കേണ്ടതാണ്. സർക്കാർ അതിൽ പ്രതിജ്ഞാബദ്ധമാണ്. ഇനി ഒരു ജീവൻ പോലും പൊലിയാതിരിക്കാൻ ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കുമെന്നും സംഭവം ഗൗരവകരമാണെന്നും നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഗാർഹിക പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇത്തരം വാർത്തകൾ ഓരോന്നും സൂചിപ്പിക്കുന്നത്. നിരന്തരമായി പീഡനത്തിന് ഇരയാകുന്ന മാനസികവും ശാരീരികവുമായ ക്രൂരമായ മർദ്ദനങ്ങൾക്കടക്കം വിധേയമാകുന്ന കുട്ടികളോട് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കൂ എന്ന് പറയുന്ന മനോഭാവം മാതാപിതാക്കൾ കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വലിയൊരു ബോധവൽക്കരണത്തിന് സംസ്ഥാന വനിതാ വകുപ്പ് ആലോചിക്കുകയാണ്. ആവർത്തിച്ച് ഒരു മുഴം കയറിലോ അല്ലാതെയോ ഒക്കെ ജീവൻ ഒടുക്കേണ്ടി വരുന്ന പെൺകുട്ടികൾ എത്രമാത്രം മാനസിക വേദന അനുഭവിച്ചിട്ടായിരിക്കും. ഒരു ജീവൻ പോലും പൊലിയാതിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ കർശന നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകും. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബോധവൽക്കരണ പരിപാടികൾ നടത്തുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വയോധികനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ സുഹൃത്ത് അറസ്റ്റിൽ. പനയം സ്വദേശി ബിജുവാണ് അറസ്റ്റിലായത്. കാവനാട് സ്വദേശി സുരേഷ് ബാബു ആണ് കൊല്ലപ്പെട്ടത്. ഇയാളെ റിമാൻഡ് ചെയ്തു. അടഞ്ഞുകിടന്ന വീടിന് മുന്നിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശക്തികുളങ്ങര ഇടപ്പാടം വയൽ വാഴങ്ങൽ വീട്ടിൽ സുരേഷ് ബാബുവിനെയാണ് കഴിഞ്ഞ ദിവസം താന്നിക്കമുക്ക് ജംഗ്ഷനിലെ ആൾതാമസമില്ലാത്ത വീടിന്റെ മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രതിയായ പനയം വരമ്പുകാലിൽ കൈപ്പള്ളിത്തോട്ടിൽ ബിജുവിനെയാണ് അഞ്ചാലുമൂട് പോലീസ് പിടികൂടിയത്. സുരേഷ് ബാബു രാത്രിയിൽ സ്ഥിരമായി കിടന്നുറങ്ങിയിരുന്നത് അടഞ്ഞുകിടന്ന വീടിന് മുന്നിലായിരുന്നു. വ്യാഴാഴ്ച രാത്രിയിൽ സുരേഷ് ബാബുവും ബിജുവും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിരുന്നു. അതിനുശേഷം ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്ന് ബിജു ഓടും ഇഷ്ടികയും കൊണ്ട് സുരേഷ് ബാബുവിന്റെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം കടന്നു കളഞ്ഞു. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ റോഡിലൂടെ പോയവരാണ് മൃതദേഹം കണ്ടത്. പുൽപ്പായ കൊണ്ട് ശരീരം മറച്ച നിലയിലായിരുന്നു. പോലീസിന്റെ പരിശോധനയിൽ സുരേഷ് ബാബുവിന്റെ തലയ്ക്ക് മാരകമായി മുറിവേറ്റ് രക്തം വാർന്ന നിലയിലായിരുന്നു എന്ന് കണ്ടെത്തി. അഞ്ചാലുമൂട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അജയകുമാറിന്റെ നേതൃത്വത്തിൽ സമീപത്തുള്ള നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നാണ് ബിജുവാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി NSS താലൂക്ക് യൂണിയന് 6,30,00,000 രൂപയുടെ ബജറ്റ്. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതാണ് ബജറ്റ്. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതാണ് കരുനാഗപ്പള്ളി NSS താലൂക്ക് യൂണിയന്റെ ബജറ്റ്. 6,30,00,000 രൂപയുടെ ബജറ്റാണ് യൂണിയൻ സെക്രട്ടറി അരുൺ ജി നായർ അവതരിപ്പിച്ചത്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് NV അയ്യപ്പൻ പിള്ള അധ്യക്ഷത വഹിച്ചു. അതിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ എത്രമാത്രം നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ വളരെ
വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ സാഗർപ്രാസംഗം പറഞ്ഞതുപോലെ ഈ നഗരമധ്യത്തിൽ 25 സെന്റ് സ്ഥലം കരസ്ഥമാക്കാനും നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെ. പക്ഷേ ആ സ്ഥലം എന്നും വാഴ നട്ട് പഴക്കൊല വെട്ടുന്നതിന് വേണ്ടി അല്ല നമ്മളത് സ്വന്തമാക്കിയിട്ടുള്ളത്. അവിടെ നമുക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു മന്ദിരം ഉയർന്നു വരണം. അതങ്ങനെയാണ് നമുക്ക് കഴിയുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കരയോഗാംഗങ്ങൾക്ക് വിവാഹം, ചികിത്സാ ധനസഹായം എന്നിവ നൽകുന്നതിന് 4 ലക്ഷം രൂപ വീതവും ഹ്യൂമൻ റിസോഴ്സ് സെന്റർ പ്രവർത്തനങ്ങൾക്ക് 3 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. എൻഡോവ്മെന്റ് സ്കോളർഷിപ്പ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ധനസഹായം, പ്രതിഭകളെ ആദരിക്കൽ എന്നിവയ്ക്ക് 18 ലക്ഷം രൂപയും ദുരിതാശ്വാസ നിധി സംഭാവന ഇനത്തിൽ 2 ലക്ഷം രൂപയും മന്ദിര നിർമ്മാണത്തിനായി 4 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് 2 ലക്ഷം രൂപയും സർവീസ് ദ്വൈവാരികയ്ക്ക് 6 ലക്ഷം രൂപയും വനിതാ യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് 1 ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവെച്ചു. 25-26 വർഷത്തിൽ 572 രൂപ മുന്നിരിപ്പ് ഉൾപ്പെടെ 82,1710 രൂപ ആകെ വരവും 82,1374 രൂപ ആകെ ചെലവും 336 രൂപ നീക്കിയിരിപ്പുമാണ് ഉള്ളത്. 2026-27 വർഷത്തേക്ക് 336 രൂപ മുന്നിരിപ്പ് ഉൾപ്പെടെ 6,19,64,336 രൂപ ആകെ വരവും 6,29,63,200 രൂപ ആകെ ചെലവും 1,136 രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റാണ് പ്രതീക്ഷിക്കുന്നത്. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ബഡ്ജറ്റിൽ വിവിധ പദ്ധതികൾക്ക് തുക വകയിരുത്തിയിട്ടുണ്ട്. യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഉണ്ണികൃഷ്ണപിള്ള സ്വാഗതവും യൂണിയൻ പ്രൊബേഷണൽ ഇൻസ്പെക്ടർ എസ് സജീവ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ 1,27,375 കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകി. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് വാക്സിൻ നൽകിയത്. ജില്ലാതല ഉദ്ഘാടനം വിക്ടോറിയ ആശുപത്രിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. തുള്ളിമരുന്ന് വിതരണത്തിനായി ജില്ലയിലുടനീളം 1,755 ബൂത്തുകളും 3,510 സന്നദ്ധ പ്രവർത്തകരെയും വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. സർക്കാർ ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, നഗരാരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ, സ്വകാര്യ ആശുപത്രികൾ, വായനശാലകൾ, സ്കൂളുകൾ, സന്നദ്ധ സംഘടനകളുടെ കെട്ടിടങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ബൂത്തുകൾ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിലുള്ള കുട്ടികൾക്കായി റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ബോട്ട് ജെട്ടി എന്നിവിടങ്ങളിൽ 37 ട്രാൻസിറ്റ് ബൂത്തുകളും 3 മൊബൈൽ ബൂത്തുകളും മേളകൾക്കായി 1 ബൂത്തും ഒരുക്കിയിരുന്നു. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ, ദുർഘട പ്രദേശങ്ങൾ, ഉത്സവ സ്ഥലങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ എന്നിവിടങ്ങളിലും മരുന്ന് ലഭ്യമാക്കാൻ മൊബൈൽ ബൂത്തുകൾ ഉപയോഗിച്ചു. ബൂത്തുകളിൽ എത്താൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ജൂൺ 29, 30 തീയതികളിൽ ആരോഗ്യ പ്രവർത്തകരും ആശ, അംഗനവാടി, കുടുംബശ്രീ പ്രവർത്തകരും വീടുകളിലെത്തി വാക്സിൻ നൽകും. ആരോഗ്യവകുപ്പിനൊപ്പം ആരോഗ്യ കേരളം, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സാക്ഷരതാ മിഷൻ, റോട്ടറി ഇന്റർനാഷണൽ തുടങ്ങിയവയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലയിൽ സുസജ്ജമായ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കൊല്ലം സർക്കാർ വിക്ടോറിയ ആശുപത്രിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. ജില്ലയിൽ സുസജ്ജമായ ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മേയർ AK ഹഫീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസർ AL ഷീജ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ B ജയന്തി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ A അഗസ്റ്റസ് മോറിസ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മാർട്ടിൻ ഗ്ലാക്സ്റ്റിൻ, ആശുപത്രി RMO ഡോക്ടർ R ശരണ്യ ബാബു, കൊല്ലം RCH ഓഫീസർ ഡോക്ടർ ലിൻഡ ജോസഫ്, ആശുപത്രി ജീവനക്കാർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാപ്പ പ്രതികൾ ഉൾപ്പെടെയുള്ളവരുടെ റീൽസ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച യുവാവിനെ റിമാൻഡ് ചെയ്തു. കല്ലുവാതുക്കൽ വേളമാനൂർ സ്വദേശി അക്ഷയാണ് റിമാൻഡിലായത്. കാപ്പ കേസ് പ്രതികളെ കൊല്ലം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ വിചാരണക്കൂട്ടിൽ നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സിനിമാ സംഭാഷണങ്ങൾ ഉൾപ്പെടുത്തി റീൽസാക്കി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയായിരുന്നു. കാപ്പ കേസ് പ്രതികളടക്കമുള്ള അക്രമി സംഘത്തിന്റെ റീൽസ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച യുവാവാണ് റിമാൻഡിലായത്. പാരിപ്പള്ളി കല്ലുവാതുക്കൽ റീന ഭവനത്തിൽ അക്ഷയാണ് റിമാൻഡിലായത്. കൊല്ലം വെസ്റ്റ് പോലീസാണ് ഇയാളെ പിടികൂടിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം.
പ്രതി തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ കാപ്പ അടക്കം ചുമത്തിയിട്ടുള്ള പ്രതികളെ കൊല്ലം 3-ാം അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതിയിൽ വിചാരണയ്ക്കായി ഹാജരാക്കിയപ്പോൾ ഇവർ കോടതിയുടെ വിചാരണക്കൂട്ടിൽ നിൽക്കുന്നതും കോടതി നടപടികൾക്ക് ശേഷം പുറത്തേക്കിറങ്ങുന്ന രീതിയിലുള്ള വീഡിയോ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തുന്നതായ സംഭാഷണങ്ങളും ഉൾപ്പെടുത്തി റീൽസാക്കി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയായിരുന്നു. പ്രകോപനപരമായി റീൽസ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച സംഭവത്തിൽ 7 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇലക്ട്രോണിക് ഡിവൈസുകളും ഇവരിൽ നിന്ന് പിടികൂടി. ഇവ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിയമങ്ങൾ പാലിക്കുന്നതിനൊപ്പം പരിസ്ഥിതി സംരക്ഷണം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്ന പുതിയ തലമുറയാണ് സമൂഹത്തിന്റെ പ്രതീക്ഷയെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാലയങ്ങളിലെ സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകളുടെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സമയനിഷ്ഠവും അച്ചടക്കവുമുള്ള ഉത്തമ പൗരനെ വാർത്തെടുക്കുന്നതാണ് പദ്ധതിയുടെ സവിശേഷത. പരിസ്ഥിതി സംരക്ഷണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വനമേഖലകളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണവും കൂടെ ഒരു മോഡലാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയിലാണ്. പരിസ്ഥിതി ആർക്കു വേണ്ടിയാണ് സംരക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം പറയാം. പ്രകൃതിയെ നമ്മളാരും സംരക്ഷിക്കേണ്ട കാര്യമില്ല. പ്രകൃതി എല്ലാത്തിനെയും അതിജീവിച്ച് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇനിയും അതിജീവിച്ച് മുന്നോട്ട് പോകും. പക്ഷെ നമ്മൾ സംരക്ഷിക്കുന്നത്, പ്രകൃതിയെ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത തലമുറ, നമ്മുടെ വരാനിരിക്കുന്ന തലമുറ, അവര് ഈ മണ്ണിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആകല്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. തിങ്കളാഴ്ച ഞാൻ ചെന്ന് കഴിയുമ്പോൾ കേരളത്തിന്റെ വനങ്ങളിൽ ഇനിയും പ്ലാസ്റ്റിക് കയറ്റാൻ പാടില്ല എന്നൊരു നിയമത്തിന് ഉത്തരവ് ഇടാൻ പോവുകയാണ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ഓരോരുത്തരും കൂടി പങ്കാളിയാകണമെന്ന്. മികച്ച SPC കേഡറ്റുകൾക്കുള്ള സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ്, പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം ജയലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഐറിൻ, വാർഡംഗം ജെയിംസ് ജോസഫ്, ചവറ SHO മനോജ്, SPC ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ രാജേഷ്, സ്കൂൾ പ്രിൻസിപ്പൽ അർച്ചന, പ്രഥമാധ്യാപിക എലിസബത്ത് ഉമ്മൻ, PTA ഭാരവാഹികൾ SPC ഗാർഡിയൻ പ്രസിഡന്റ് നാസറുദ്ദീൻ, CPO ജിജി, അഡീഷണൽ CPO രാജേന്ദ്രൻ, സഹീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ജനവാസ മേഖലയിലെ ടവർ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം. കുലശേഖരപുരം കുറുങ്ങപ്പള്ളിയിലാണ് ടവർ നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതേ തുടർന്ന് നിർമ്മാണം നിർത്തിവെച്ചു. കരുനാഗപ്പള്ളി കുലശേഖരപുരം കുറുങ്ങപ്പള്ളി 9-ാം വാർഡിലാണ് മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ പ്രദേശവാസികൾ രംഗത്തെത്തിയത്. പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചു. ടവർ നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടിയുടെ ഭാഗമായി കുഴിയെടുക്കാനെത്തിയവരെ പ്രദേശവാസികൾ തടഞ്ഞതിനെ തുടർന്നാണ് നിർമ്മാണ ജോലികൾ നിർത്തിവെച്ചത്. ഇൻഡെക്സ് കമ്പനിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. മണ്ണ് നീക്കിയതിനെ തുടർന്ന് സമീപവാസിയായ തുളസിയുടെ വീടിന്റെ ചുറ്റുമതിലിന് കേടുപാടുകൾ സംഭവിച്ചു. ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. സംഭവം അറിഞ്ഞ് കുലശേഖരപുരം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്തെത്തി. ടവർ നിർമ്മാണത്തിനെതിരെ പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇൻഡസിന്റെ ഒരു മൊബൈലിന്റെ ഒരു ടവർ വരുന്നത് ഇൻഡസ് കമ്പനിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നാട്ടുകാരുടെ ശക്തമായ എതിർപ്പാണ്. കാരണം നമുക്കറിയാം പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു കാരണമാണ് ഈ ടവർ. ഈ ജനതയോടമായിട്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ കുറുങ്ങപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇവിടെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമുണ്ട്. അപ്പം അവരുടെ പ്രതിഷേധം വകവെക്കാതെ ഒരു കാരണവശാലും ഇത് അനുവദിക്കത്തില്ല. അത് നമ്മൾ ഏതറ്റം വരെയും ഇത് സ്ഥാപിക്കുന്നതിനെതിരായിട്ട് നമ്മൾ ഏതറ്റം വരെ നമ്മളത് പോയി നമ്മൾ പ്രതികരിക്കും. അപ്പം ഈ കൂട്ടായ്മയുടെ കൂടെ നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയും, നേരത്തെയൊക്കെ ആണെങ്കിൽ പഞ്ചായത്തിൻ്റെ അനുമതിയും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. ഇപ്പോൾ അതൊന്നും വേണ്ട. കാര്യം അതൊക്കെ ഒരു പൈസ കൊടുത്ത് അത് നിയമപരമായിട്ട് അവരത് മാറ്റിയെടുത്തിട്ടുണ്ട്. കാര്യം പലയിടത്തും വരുമ്പോൾ ഈ പഞ്ചായത്ത് ജനങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ പലയിടത്തും ഇത് സ്ഥാപിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ആ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവരുടെ ഇംഗിതത്തിന് വടക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിസരത്ത് ഈ ഒരു ടവർ സ്ഥാപിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ മൊത്തം രോഗികളാണ്. എല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നതും ഓപ്പറേഷൻ ചെയ്യാനിരിക്കുന്ന ആൾക്കാരും തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാവരും ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റ് ഉള്ള ആൾക്കാരാണ്.
അതിൻ്റെ പേര് ഇവിടെ ഇത് സ്ഥാപിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഈ ടവർ വരാൻ പറ്റത്തില്ലെന്ന് പറയുന്ന കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ ലൈഫ് മിഷന്റെ വീടുകളുള്ള ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല ഈ 60 വയസ്സിന് മുകളിലുള്ള എല്ലാ ഹാർട്ട് പേഷ്യൻ്റ് കൂടുതലും എല്ലാവർക്കും രോഗങ്ങളുള്ളതാണ്. ഈ പുള്ളിക്കാരന് ഈ ഉടമയുടെ പേരിൽ ഇഷ്ടം പോലെ വസ്തുക്കളുള്ളതാണ്. അവർക്ക് അവിടെ എത്രയോ ആൾക്കാർ ജനവാസം ഇല്ലാത്ത ആ ഏരിയയിൽ കൊണ്ടുപോയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഒരു സമ്മതപത്രം പോലും ഈ അയലത്തുകാരുടെ കയ്യിൽ നിന്ന് മേടിക്കാതാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇത്രയും നാളുകൊണ്ട് ഇത് പോച്ച പറിച്ച് നല്ലതായിട്ട് നിന്നിട്ട് പോലും ഒരു പാമ്പിന്റെ ശല്യം എല്ലാം ഉണ്ടായിട്ട് പോലും ഈ പുള്ളിക്കാരൻ തിരിഞ്ഞു പോലും നോക്കാത്ത ഏരിയയിലാണ് ഇപ്പൊ ടവർ എന്ന കാര്യം വന്ന് ജനങ്ങളെ ദ്രോഹിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. അതിന് എന്തായാലും ഞങ്ങൾക്ക് ഈ ഏരിയയിൽ പറ്റത്തില്ല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സബർമതി അക്ഷര പുരസ്കാരം വിതരണം ചെയ്തു. കരുനാഗപ്പള്ളി സബർമതി ഗ്രന്ഥശാലയുടെ വായനോത്സവത്തോടനുബന്ധിച്ചാണ് പുരസ്കാരം വിതരണം ചെയ്തത്. സബർമതി ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ വായനോത്സവത്തോടനുബന്ധിച്ചാണ് സബർമതി അക്ഷര പുരസ്കാര വിതരണം നടത്തിയത്. CR മഹേഷ് MLA ഉദ്ഘാടനവും പുരസ്കാരദാനവും നിർവഹിച്ചു. സബർമതി ഗ്രന്ഥശാല പ്രസിഡന്റ് സുമഞ്ജിത് മിഷ അധ്യക്ഷത വഹിച്ചു. സബർമതി ഗ്രന്ഥശാല സെക്രട്ടറി VR ഹരികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കരുനാഗപ്പള്ളി നഗരസഭാ ചെയർപേഴ്സൺ P സോമരാജൻ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. സബർമതി അക്ഷര പുരസ്കാര നിർണയ സമിതി ചെയർമാൻ V വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ദീപ ഹരീന്ദ്ര, ആദർശസ്, അനു ചോതിവിള, ലീലാകൃഷ്ണൻ കിളിമംഗലം എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ B മോഹൻദാസ്, നഗരസഭാ കൗൺസിലർ S സിംലാൽ, കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ജനറൽ സെക്രട്ടറി അരുൺ ഭാരതിയൻ, ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി രാജേഷ് പുലരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. വീര്യം കുറഞ്ഞ മദ്യ ഉൽപാദനം സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് മുൻ മന്ത്രി KN ബാലഗോപാൽ. അസംബ്ലിയിൽ ബിൽ പാസാക്കിയാൽ അത് പൊതുരേഖയായി മാറും. വൻകിട മദ്യ കമ്പനികളെയും കോർപ്പറേറ്റുകളെയും സഹായിക്കുന്നതാണ് സർക്കാർ നയമെന്നും ബാലഗോപാൽ. കേരളത്തിൽ ഗാർഹിക പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നതായി മന്ത്രി ബിന്ദു കൃഷ്ണ. ഗാർഹിക പീഡനങ്ങളിൽ കർശനമായ നടപടി. പെൺകുട്ടികളോട് സഹിച്ചു നിൽക്കാൻ മാതാപിതാക്കൾ പറയരുതെന്നും ബിന്ദു കൃഷ്ണ. വയോധികനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസ്. സുഹൃത്ത് അറസ്റ്റിൽ. പനയം സ്വദേശി ബിജുവാണ് അറസ്റ്റിലായത്. കാവനാട് സ്വദേശി സുരേഷ് ബാബുവാണ് കൊല്ലപ്പെട്ടത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ. കൊല്ലം ജില്ലയിൽ 1,27,375 കുട്ടികൾക്ക് വാക്സിൻ നൽകി. ജില്ലാതല ഉദ്ഘാടനം വിക്ടോറിയ ആശുപത്രിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.